ബി.ജെ.പിയെ തറപറ്റിക്കാൻ രാഹുലിനും പ്രിയങ്കയ്ക്കുമാകുമോ? രാഹുലും പ്രിയങ്കയും കേരളത്തിലെത്തുമ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുകയാണ്. രാഹുൽ ഇന്നെത്തുമ്പോൾ ഒപ്പം പ്രിയങ്കയുമുണ്ട്. റോഡ് ഷോ നടത്തി പത്രിക സമർപ്പിച്ച് വലിയ ആരവമുണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് രാത്രി കോഴിക്കോടെത്തും. അസമിൽ നിന്ന് രാത്രി 8 മണിയോടെ കരിപ്പൂരിൽ വിമാനമിറങ്ങുന്ന രാഹുൽ ഗാന്ധി റോഡ് മാർഗം കോഴിക്കോടെത്തും. ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന രാഹുൽ ഗാന്ധി തൊട്ടടുത്ത ദിവസം രാവിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതൊരു ആഘോഷ സംഭവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. നാളെ 9 മണിയോടെ ഹെലികോപ്റ്റർ മാർഗം വയനാടേക്ക് തിരിക്കും. നാളെ രാവിലെ കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന രാഹുൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റ് പരിസരം വരെ 2 കിലോമീറ്റർ റോഡ് ഷോ നടത്തും. 11:30 കളക്ടറുടെ ചേംബറിലെത്തി പത്രിക നൽകും. മണ്ഡലത്തിലെ നേതാക്കളുമായി DCC ഓഫീസിൽ ആശയവിനിമയം നടത്തിയ ശേഷം 1 മണിയോടെ രാഹുൽ മടങ്ങും. പത്രിക നൽകാൻ രാഹുലിനെ പ്രിയങ്ക ഗാന്ധി അനുഗമിക്കുന്നുണ്ട്. മുൻപ് അമേഠിയിൽ രാഹുൽ പത്രിക സമർപ്പിച്ചപ്പോഴെല്ലാം പ്രിയങ്ക ഒപ്പമുണ്ടായിരുന്നു. നാളെ രാവിലെ മാത്രമേ പ്രിയങ്ക ഗാന്ധി രാഹുലിനൊപ്പം ചേരുകയുള്ളൂവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. രാഹുലിന്റെ വരവിന്റെ മുന്നോടിയായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞു. വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രസിഡന്റുമാർ, KPCC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും യോഗവും ഇന്ന് കോഴിക്കോട് നടക്കുന്നുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി കൃത്യമായ ആസൂത്രണത്തോടെ പാർട്ടി രാഹുലിന്റെ വരവേൽപ്പ് ആഘോഷമാക്കുകയാണ്. വിക്രം മൈതാനത്ത് നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്റർ വയനാട് കളക്ടറേറ്റിന് സമീപമുള്ള സ്കൂൾ മൈതാനത്ത് ഇറങ്ങും. അവിടെ നിന്ന് റോഡ് ഷോയുടെ അകമ്പടിയോടെ കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് നിലവിലെ തീരുമാനമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. മുൻപൊക്കെ ഇത്തരമൊരു സംഭവം വടക്കേ ഇന്ത്യയുടെ മണ്ണിലാണ് ശക്തമായി കാണാറുള്ളത്. കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അണികളുടെ ആവേശവും ആരവവും ഒക്കെ പതിവാണെങ്കിലും ഇത്രയും അധികം ഒരു ആഘോഷമുള്ള പരിപാടിയായി, ഒരു സംഭവമായി, ചരിത്ര സംഭവമായി മാറുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ അത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. കേന്ദ്രത്തിൽ നേരിട്ടുള്ള ഒരു മത്സരം നടക്കുകയാണ്. NDAയും UPയും തമ്മിൽ, BJPയും കോൺഗ്രസും തമ്മിൽ ശക്തമായ പോരാട്ടം. നരേന്ദ്രമോദിക്ക് നേരെ ശക്തനായ എതിരാളിയായി രാഹുൽ ഉയർന്നു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പാർട്ടി പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ രാഹുൽ കേരളത്തിൽ എത്തുമ്പോൾ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഉയർത്തിക്കാട്ടുന്ന രാഹുൽ വയനാട് നിന്ന് മത്സരിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു അഭിമാന പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ കാണാത്ത ആവേശത്തിലാണ് അണികളെല്ലാം. ഏറ്റവും അടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളായ മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ ഇതിന്റെ പ്രതിഫലനം, വയനാടിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ആവർത്തിച്ചു പറയുന്നത് 20 മണ്ഡലങ്ങളിലും കോൺഗ്രസ് മിന്നിക്കും, ശക്തമായ പോരാട്ടമായിരിക്കും കാഴ്ചവെക്കുക എന്ന്. അതേസമയം BJP ഒട്ടും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. കടുത്ത മത്സരം തന്നെയാണ് BJP കാഴ്ചവെക്കുന്നത്. അതായത് കേന്ദ്രത്തിലുള്ള BJP കോൺഗ്രസ് പോരാട്ടം കേരളത്തിലും ആവർത്തിക്കുകയാണ്. BJP സ്ഥാനാർത്ഥികളും നേതാക്കളും അണികളും, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ, തൃശൂരിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപി, വയനാട് തുഷാർ വെള്ളാപ്പള്ളി, പത്തനംതിട്ടയിൽ K സുരേന്ദ്രൻ, അങ്ങനെ അഭിമാന പോരാട്ടം ഈ 4 മണ്ഡലങ്ങളിൽ നടക്കുന്നു. ബാക്കി സ്ഥലങ്ങളിലും ഇഞ്ചോടിഞ്ച് തന്നെയാണെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ അവകാശവാദം. ഏതായാലും വളരെ നിർണായകമായ ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച്. ഇന്നും നാളെയും രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ വലിയൊരു റോഡ് ഷോ, ഇതുവരെ കാണാത്ത ഒരു റോഡ് ഷോയ്ക്കായിരിക്കും കേരളം നാളെ സാക്ഷ്യം വഹിക്കാൻ പോവുക. എല്ലാ കണ്ണുകളും ഇപ്പോൾ വയനാടേക്കാണ്.